വ്യവസായ മേഖലയെ സ്വകാര്യവൽക്കരിക്കുമെന്നും 25 സ്വകാര്യ വ്യവസായ പാർക്കുകൾ കൊണ്ടുവരുമെന്നുമാണ് ബജറ്റിലുള്ള പ്രഖ്യാപനം. അപ്പോൾ നമുക്ക് ഇതുവരെ നിലനിന്ന ആ വ്യാവസായിക അന്തരീക്ഷം, ഭയപ്പെടുത്തുന്ന വ്യാവസായിക അന്തരീക്ഷം, അതേപ്പറ്റി ശ്രീ ബാലഗോപാൽ വളരെ പോസിറ്റീവായിട്ട്, അതായത് ഇവിടെ വ്യാവസായിക അന്തരീക്ഷമൊക്കെ വളരെ നല്ലതാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ബജറ്റിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണല്ലോ 25 സ്വകാര്യ വ്യവസായ പാർക്കുകൾ എന്ന് പറയുന്നത്. ഇവിടെ സ്വകാര്യ വ്യവസായ പാർക്കുകൾ നമുക്കറിയാം. പുഴയ്ക്കൽ, തൃശ്ശൂർ വ്യവസായ പാർക്ക് വന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ വന്ന് മുതൽ മുടക്കിയ പ്രവാസി വ്യവസായികൾ പോലും കേരളത്തെ ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും പോയ അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് 25 സ്വകാര്യ വ്യവസായ പാർക്കുകൾ. ഇത് തീർച്ചയായിട്ടും നമുക്ക് തരുന്ന ഒരു സ്വപ്നമാണ് കേട്ടോ. ഒരു സ്വപ്നമായിട്ടല്ലാതെ ഒരു യഥാർത്ഥ ബജറ്റിലെ ഒരു യഥാർത്ഥ പ്രഖ്യാപനമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് പണം ഒരുപാട് കോടികൾ നമ്മൾ തൃശ്ശൂർ വ്യവസായ പാർക്കിൽ, പുഴയ്ക്കൽ വ്യവസായ പാർക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. അത് വെറുതെ കിടക്കുകയാണ്. ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്തതൊക്കെ അതുപോലെ. കാരണം സ്വകാര്യ വ്യവസായികൾ ആരും അവിടെ വന്ന് പച്ച പിടിക്കില്ല. അതുകൊണ്ടാണ്, വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ പച്ച പിടിക്കില്ല എന്നതുകൊണ്ട് വന്ന് കുറേ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അതാണ് കണ്ടിട്ടുള്ളത്. ഇനി അതുകൊണ്ടാണല്ലോ നമുക്ക് നന്നായിട്ടറിയാം, നമ്മുടെ പല സമയത്തും കോടതി ഇടപെട്ടിട്ടുണ്ട് തൊഴിലാളി യൂണിയനുകൾ തൊഴിൽ നിയമങ്ങൾ കയ്യിലെടുക്കുന്നതിനെതിരെ. എന്നിട്ട് പോലും ഇവിടെ മാറ്റം വരുത്താൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ശ്രീ ബാലഗോപാലിൻ്റെ ഈ ബജറ്റ് കൊണ്ട് ഗവൺമെൻറ് അതിന് ശക്തമായ നടപടികളുമായി മുൻപോട്ട് വരും. ഇവിടെ ഒരു നല്ല വ്യവസായ അന്തരീക്ഷം സൃഷ്ടിക്കുമെങ്കിൽ ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെറും പ്രഖ്യാപനങ്ങളായി തീരുമെന്നതിന് സംശയമില്ല. ഇനി നമ്മുടെ സാങ്കേതിക രംഗത്തെ പറ്റി അദ്ദേഹത്തിനുള്ള സ്വപ്നങ്ങൾ ഈ ബജറ്റിൽ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് AI, അതായത് സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ ഇക്കോണമി, ഡിജിറ്റൽ കേരള, അതിനെ പരിപോഷിപ്പിക്കത്തക്ക രീതിയിൽ AI മേഖലയിലൊക്കെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നൊക്കെ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയെ കൂടുതൽ ശാക്തീകരിക്കും. അവിടുത്തെ PhD പ്രോഗ്രാംസ്, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ PhD പ്രോഗ്രാംസ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായിട്ട് ക്ലബ് ചെയ്യും. അങ്ങനെ PhD എടുക്കുന്നവർ 3 വർഷം കേരളത്തിൽ വർക്ക് ചെയ്യണമെന്നുള്ള, അതായത് അവരുടെ സേവനം PhDക്ക് ശേഷം 3 വർഷം ഇവിടെ സംഭാവന ചെയ്യത്തക്ക രീതിയിൽ ഉള്ള കോൺട്രാക്റ്റുകൾ നടത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നല്ലതാണ്. കാരണം ഡിജിറ്റൽ ഇതിൽ മാത്രമല്ല, സംരംഭക വളർച്ചയ്ക്ക് അത്തരം സഹകരണം, വിദേശ സർവകലാശാലകളുമായിട്ടുള്ള സഹകരണം നമ്മുടെ കേരളത്തിലേക്ക് വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ വരാനും, അങ്ങനെ ക്യാമ്പസുകളെ ഒക്കെ സംരംഭക രംഗങ്ങളാക്കി മാറ്റാൻ, മേഖലകളാക്കി മാറ്റാൻ കഴിഞ്ഞ വർഷവും അതിനങ്ങേ വർഷവും ഡോക്ടർ ഐസക് 2016-17 ബജറ്റിൽ വെച്ച് തുടങ്ങിയതാണ് ഈ പ്രഖ്യാപനങ്ങൾ. ഇതുവരെ ഒന്നും കര തൊട്ടിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ സാധാരണക്കാർക്ക് പോലും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുന്നു. അത് എപ്പോഴെങ്കിലും വസ്തുനിഷ്ഠമായി നടപ്പാക്കപ്പെടുമെങ്കിൽ നമുക്ക് സമാധാനിക്കാം. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്തായാലും ഒരു സംഭവമാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ വളരെ മിടുക്കരായ വിദഗ്ധരുണ്ട്, സാങ്കേതിക മികവുള്ളവരുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് പിന്നെ വളരെ സന്തോഷകരമായി എനിക്ക് പറയാൻ പറ്റുന്ന മറ്റൊന്ന്, ഒരു ടാസ്ക് ഫോഴ്സ്, അതായത് വിദേശങ്ങളിൽ വർക്ക് ചെയ്യുന്ന കേരളീയരുടെ, ഇന്ത്യക്കാരുടെ എന്നല്ല പറഞ്ഞെന്ന് തോന്നുന്നു, കേരളീയരായ വിദഗ്ധരെ വിദേശ അക്കാദമികളിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അക്കാഡമീഷ്യൻസിൻ്റെ ഒരു ടാസ്ക് ഫോഴ്സ് സൃഷ്ടിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ടാസ്ക് ഫോഴ്സ് സൃഷ്ടിക്കുകയാണെങ്കിൽ ഞാൻ ഓർക്കുന്നത് സാം പിത്രോദയാണ് ആദ്യമായിട്ട് ഓർക്കുന്നത്. കാരണം അദ്ദേഹം നമ്മുടെ ടെലികോം റെവല്യൂഷൻ്റെ തലപ്പത്ത് നിന്ന് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം അമേരിക്കയിൽ 100-ലേറെ പേറ്റൻസിന് ഉടമ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള പിത്രോദയെ പോലെയുള്ള മിടുക്കർ അക്കാഡമീഷ്യൻസ് ഒരു ടാസ്ക് ഫോഴ്സിൻ്റെ ഭാഗമായി കേരളത്തിൽ വരാൻ ഇടവന്നാൽ, കേരളത്തിലെ മിടുക്കരായ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കാൻ ഇടവന്നാൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഒരു പുതിയ ഐഡിയ ആയിട്ട് അംഗീകരിക്കണം. അതിനെ നമ്മൾ എൻകറേജ് ചെയ്യണം. കാരണം
നമ്മുടെ ഭാവി, അതായത് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിദേശ പഠനത്തിനുമൊക്കെ പോകുന്നതിൽ 4% പേര് കേരളീയരാണ് എന്ന് തന്നെ ശ്രീ ബാലഗോപാൽ ബജറ്റിൽ പറയുകയുണ്ടായി. ആ 4% പേർ എന്ന് പറയുന്നതിൽ അറ്റ്ലീസ്റ്റ് 1% പേരെങ്കിലും മഹാബുദ്ധിജീവികളാണ്. അതായത് ക്വാളിഫൈഡ് ആയിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിലെ പഠനത്തിന് ക്വാളിഫൈഡ് ആയിട്ട് പോകുന്നവരാണ്, പണം മുടക്കി പോകുന്നവരല്ല. ആ വിദേശ സർവകലാശാലകളാണ് അവരുടെ പഠനത്തിൻ്റെ ചെലവുകൾ മുഴുവൻ വഹിക്കുന്നത്. അത്തരം മിടുമിടുക്കരെ ഇവിടെ പിടിച്ചു നിർത്താൻ നമുക്ക് ഭാവിയിലെങ്കിലും കഴിയുമെന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ വലിയ വികസന മുന്നേറ്റങ്ങൾ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് മേഖലകളിലാണെങ്കിലും നമുക്ക് ആർജിക്കാൻ കഴിയും അത്തരക്കാരെ പിടിച്ച്. അപ്പോൾ ഈ ഒരു വഴി വളരെ മികച്ചതായിട്ടാണ്, ഒരു നോവൽ ഐഡിയ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അത് നടപ്പിലാക്കാൻ ഇടവരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ചെലവഴിക്കലിന്, അതായത് ഓരോ വകുപ്പിനെ പറ്റി നോക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന നീക്കിയിരിപ്പ് നൽകിയിട്ടുള്ള ഒരു വകുപ്പാണ് ടൂറിസം വകുപ്പ്. 5000 കോടിയാണ് ടൂറിസം വകുപ്പിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. അങ്ങനെ ടൂറിസം വകുപ്പിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഇക്കോ ടൂറിസം ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു പ്രാദേശികമായിട്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും നല്ല ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാവുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് വയനാട് ജില്ല. ആ വയനാടിന് വേണ്ടത്ര പ്രാധാന്യം ഇതിൽ കൊടുത്തിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. കാരണം എല്ലാ ബജറ്റുകളും വയനാട് ജില്ല ഈ കേരളത്തിലെ ജില്ലയല്ല എന്ന രീതിയിലാണ് പെരുമാറാറുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കറിയാം, കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുൻപാണ് ശ്രീ പിണറായി വിജയൻ കൽപ്പറ്റയിൽ നടത്തിയ ഒരു പ്രസംഗം 7000 കോടി വയനാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉടനെ ചെലവഴിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 7 കോടി പോലും ഇതിനകം ചെലവഴിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ടും പറയുന്നു ഇപ്പോഴും ഒരു ചെറിയ തുക വയനാടിൻ്റെ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ടൂറിസം വികസനം 5000 കോടിയുടെ ടൂറിസം വികസനത്തിലെ ഒരു ഭാഗം വയനാടിൻ്റെ ടൂറിസം വികസനത്തിന് വേണ്ടി കാഴ്ചവെക്കുകയാണെങ്കിൽ ആ പ്രയോജനം കിട്ടുന്നത് കേരള സമ്പദ്ഘടനയ്ക്കാണ് എന്ന കാര്യം ബജറ്റ് അവതരിപ്പിച്ചവരോ ടൂറിസം മന്ത്രിയോ ഒക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വയനാട് ജില്ലയിലെ ജനങ്ങൾ അവർ ഉണർന്നവർ ചോദിക്കട്ടെ. അതുപോലെ തന്നെയാണ് കാസർഗോഡ് ജില്ലയുടെ കാര്യത്തിലും ഒരു അവഗണനയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പിന്നോക്ക ജില്ലകളെ അവഗണിക്കുന്ന ആ രീതി നേരത്തെ മുതലേ ഇവിടുത്തെ ബജറ്റിലും ഇന്ത്യയുടെ ബജറ്റിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യവും കേരള ബജറ്റിൽ പിന്നോക്ക ജില്ലകളെ അവഗണിച്ചിട്ടുണ്ട്.